ശംഭു അതിർത്തിയിൽ നിന്നുമാണ് പ്രധാനമായിട്ടും കർഷകർ മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സംഘർഷമുണ്ടായ ആ പ്രദേശത്ത് നിന്നും അധികമൊന്നും കർഷകർക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെയും ഇപ്പോഴും ശംഭു അതിർത്തിയിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. ഈ ശംഭു അതിർത്തി കൂടാതെ തന്നെ ഹരിയാനയിലെ കുരുക്ഷേത്ര, അംബാല, ജിന്ദ് പോലെയുള്ള മേഖലകളിൽ നിന്നും ഹരിയാനയിലെ കർഷകർ കൂടി അവർക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രക്ഷോഭത്തിനൊപ്പം അണിചേർന്ന് ഇവിടേക്ക് എത്തണം, അല്ലെങ്കിൽ എത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഡൽഹി അതിർത്തിയിലേക്ക് എത്തുന്ന സമയത്ത് ഈ അതിർത്തികളിൽ ഒരുക്കിയിരിക്കുന്ന ബാരിക്കേഡ് തകർത്തെറിയാൻ വേണ്ടി ഗുർദാസ്പൂരിൽ നിന്നുള്ള കർഷകർ ബുൾഡോസറുകൾ, പ്രത്യേകം തയ്യാറാക്കിയ ബുൾഡോസറുകളുമായി കൂടെ കർഷക മാർച്ചിനൊപ്പം അണിചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണുള്ളത്. പക്ഷേ വലിയ ഒരു തടസ്സം തന്നെയാണ് പോലീസ് എല്ലാ അതിർത്തികളിലും ഒരുക്കിയിരിക്കുന്നത്. ഇന്നലത്തേക്കാൾ കൂടുതൽ RAF സംഘങ്ങളെ വിന്യസിച്ചിരിക്കുന്നു. ഇവരുടെ കയ്യിലെല്ലാം തന്നെ നോൺ ലീഥലായിട്ടുള്ള ആയുധങ്ങളുണ്ട്, അടിയന്തര ആവശ്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി. ഒപ്പം തടസ്സങ്ങൾ, വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ, ഇന്നലത്തേക്കാൾ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒപ്പം ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി കേന്ദ്രം വീണ്ടും അറിയിക്കുന്നുണ്ട്. किसान संगठनों को यह बात समझना बहुत जरूरी है कि जो कानून की बात की जा रही है वो कानून के बारे में इस तरीके से कोई निर्णय नहीं लिया जा सकता है जिससे कि बाद के दिनों में सबके लिए बगैर सोची समझी स्थिति के बारे में लोग आलोचना करें, बल्कि हमें यह कोशिश करना चाहिए कि हम इसके सारे पक्षों का ध्यान रखें और उस पर चर्चा करें. ഹൈവേ അല്ലാതെ ഇത്തരത്തിലുള്ള സർവീസ് റോഡുകൾ വഴി വരാൻ ശ്രമിച്ചാൽ പോലും കനത്ത സുരക്ഷ തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നുള്ള കാര്യം തന്നെ പോലീസും അധികൃതരും അറിയിക്കുന്നു. ഇതിനോടകം തന്നെ പത്തടി കുഴിച്ചിരിക്കുന്നു, മുന്നിലോട്ടുമുണ്ട്. ഇതേ രീതിയിൽ സമാന രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മൾ ഗാസിപൂർ അതിർത്തിയിലും കണ്ടതാണ്. സിംഗു അതിർത്തിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.